ഓൾ, ഫുഡ് ഹബിലെ മറ്റൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫ്രൈഡ് ബൺ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഒരു ചിക്കൻ ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ഫ്രൈഡ് ബൺ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണും താഴെയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ വേണ്ടത് ഒരു മുട്ട, കൂടെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ, ഒരു ചെറിയ ചൂടുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുന്ന സമയത്ത് ഒരല്പം ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. 1 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഓയിൽ പുറത്തൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. നമുക്കിതിനൊന്ന് ഒരു 1/2 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഒരു റാപ്പർ ഉപയോഗിച്ചിട്ടൊന്ന് കവർ ചെയ്യുക. ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ചാലും കുഴപ്പമില്ല, ഇങ്ങനെയാണെങ്കിലും ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഒരു 1/2 മണിക്കൂർ നമുക്കിതിന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പം അങ്ങ് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതങ്ങ് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഒരു 3 പീസ് എല്ലില്ലാത്ത ചിക്കന് ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. അതൊന്ന് സെപ്പറേറ്റ് ചെയ്തതാണ്. അതിലേക്ക് 1 കപ്പ് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. കൂടെ കുരുമുളക് പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ മയോണൈസാണ്. മയോണൈസ് കാണാത്തവർ, ഞാൻ മിൽക്ക് മയോണൈസാണ് ആഡ് ചെയ്യുന്നത്. അത് കാണാത്തവർക്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പോയി കാണുക. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സൈസിലുള്ള ഡോ ആണെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ചെറിയ സൈസിലുള്ള ഒരു ഡോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കൈകൊണ്ട് തന്നെ അങ്ങ് പരത്തി കൊടുത്തതിന് ശേഷം നമ്മുടെ ഫില്ലിങ് അങ്ങ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. കുറച്ച് തിക്നെസ് ഉണ്ടെങ്കിൽ ബണ്ണ് നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഒരു ബൺ രൂപത്തിൽ തന്നെ ഉണ്ടാവും. കനം കുറഞ്ഞ രീതിയിലേക്കാളും നല്ലത് കുറച്ച് തിക്നെസ്സിൽ ഒരു ബോൾ സൈസ് എടുക്കാൻ നോക്കുക നമ്മുടെ ഡോ. അപ്പോൾ ഫില്ലിങ് വെച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ നന്നായിട്ട് അങ്ങ് കവർ ചെയ്യുക. കണ്ട ഈ രീതിയിൽ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് എല്ലാം അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ ചൂടുള്ള എണ്ണയിലേക്ക് ഓരോന്നായിട്ട് അങ്ങ് ഇട്ടെടുക്കുന്നുണ്ട്. പെട്ടെന്ന് മറിച്ചിട്ട് കൊടുക്കാൻ നോക്കുക. ഒന്ന് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഒരു അടിപൊളി ചിക്കൻ ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ഫ്രൈഡ് ബൺ റെസിപ്പി ഇത് അവിടെ റെഡി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കഴിക്കാനും കാണാനും. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു റെസിപ്പിയുമായി ഷറാസ് ഫുഡ് ഹബിൽ വീണ്ടും കാണാം. താങ്ക് യു.